ഹായ്, മൈസെൽഫ് ഡോക്ടർ അഞ്ജന, ആയുർവേദിക് ഫിസിഷ്യൻ. പ്രമേഹ രോഗികളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെല്ലാമാണ് നമുക്കിന്ന് നോക്കാം. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് മെഡിസിൻ കറക്റ്റ് ടൈമിന് ഇൻടേക്ക് ചെയ്യുന്ന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് കറക്റ്റ് ടൈമിന് കറക്റ്റ് ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി നമ്മൾ 3 നേരം കഴിക്കുന്ന റൊട്ടീൻ ഒന്ന് അവർക്ക് ചേഞ്ച് ആക്കിയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 5 ടൈംസ് ആയിട്ട് കറക്റ്റ് ക്വാണ്ടിറ്റി ഫുഡായിട്ട് കഴിക്കാവുന്നതാണ്. അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മധുരവും കൊഴുപ്പും നിറഞ്ഞ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം നാരടങ്ങിയ ഫുഡുകൾ മാക്സിമം അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ഡെയിലി ഒരു ഫ്രൂട്ടെങ്കിലും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ ഫ്രൂട്ട്സാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നത്? ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി, അധികം പഴുക്കാത്ത പപ്പായ, റോബസ്റ്റ പഴം, പേരയ്ക്ക, ഇതൊക്കെ അവർക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റിയ ഫ്രൂട്ട്സാണ്. ഇത് കഴിക്കുമ്പോൾ മെയിൻ കോഴ്സിൻ്റെ കൂടെ ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിൻ്റെ കൂടെ കഴിക്കാണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ടൈമിൽ കഴിക്കാൻ നോക്കുക. മാക്സിമം ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക. സ്ഥിരമായിട്ടുള്ള വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ ഫുഡാണ് ഇവർ മാക്സിമം കഴിക്കാൻ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് മാക്സിമം കഴിക്കാൻ നോക്കുക. ലൈക്ക് പച്ചക്കറി, ഇലക്കറികൾ, സൂപ്പ്, സാലഡ്, മധുരമില്ലാത്ത നാരങ്ങ വെള്ളം, തവിടോട് കൂടിയ ധാന്യങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ മാക്സിമം ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇവർ മിതമായി ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഡെയിലി ഒരു 3 ടീസ്പൂൺ കൂടുതൽ എണ്ണ അവർ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മാംസം, മുട്ട ഇതൊക്കെ മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, കാച്ചിൽ, ചേമ്പ് ഇതൊക്കെ മിതമായി ഉപയോഗിക്കാൻ നോക്കുക. എന്തൊക്കെ ആഹാരങ്ങളാണ് ഇവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര, ശർക്കര, കരിപ്പട്ടി, കരിമ്പ്, കരിമ്പിൻ്റെ ജ്യൂസ്, ബേക്കറി ഐറ്റംസ്, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് മെഡിസിനോടൊപ്പം തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഫുഡിലും ഒരു ക്രമീകരണം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.